ഹലോ എവരി വൺ, വെൽക്കം ടു മാപ്സ്റ്റിക് മീഡിയ. അപ്പോൾ ഇന്ന് നമ്മുടെ ഒപ്പം ഉള്ളത് ലീഡിംഗ് BJP ആക്ടിവിസ്റ്റായ അഡ്വക്കേറ്റ് ഹരിഗോവിന്ദാണ്. വെൽക്കം. താങ്ക് യു. എന്തൊക്കെയുണ്ട് വിശേഷം? നമ്മളൊരു ഫസ്റ്റ് ടൈമാണ് ഒരു ഹൈക്കോർട്ട് അഡ്വക്കേറ്റ് ആയിട്ടൊരു ഇൻ്റർവ്യൂ. എന്താണ് ഇപ്പോഴത്തെ കറണ്ട് സിറ്റുവേഷൻ എല്ലാം? കറണ്ട് സിറ്റുവേഷൻ എന്താണെന്നുള്ളതിനെ പറ്റിയിട്ട് ഞാൻ തന്നെ നിങ്ങളെപ്പോലുള്ള മാധ്യമ പ്രവർത്തകർക്ക് ഇപ്പോൾ വിശദീകരിച്ച് തരേണ്ട ആവശ്യമില്ല. ഇപ്പോൾ ഡേ ടു ഡേയിൽ എന്തൊക്കെയാണ് നടക്കുന്നതെന്നും ഇപ്പം അൺവാണ്ടഡ് ആയിട്ടുള്ള പല കാര്യങ്ങളും ചർച്ച ചെയ്യപ്പെടുന്നു. അല്ലെങ്കിൽ നിങ്ങൾക്കറിയാം യൂഷ്വലി അതിനെ പറ്റിയിട്ട്. ഞാൻ ഇതിനെ പറ്റിയിട്ട് വലിയൊരു എക്സ്പ്ലനേഷൻ തരേണ്ട ആവശ്യമില്ല, എസ്പെഷ്യലി നിങ്ങളെപ്പോലെയുള്ള മാധ്യമ പ്രവർത്തകർക്ക്. അതെ, ഇപ്പം ഞാൻ കുറേ ദിവസമായിട്ട് ന്യൂസൊക്കെ കാണുമ്പോൾ ഇപ്പോൾ അടുത്തായിട്ട് ഇപ്പോൾ ഇനാക്ട് ചെയ്തൊരു ബില്ലാണ് ഈ വഖഫ് ബോർഡിൻ്റെ ബില്ല്. അപ്പോൾ അത് ശരിക്കും എങ്ങനെയാണ് അതിൻ്റെ കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽസ് ഒന്ന് പറയാമോ? ഇപ്പം അടിസ്ഥാനമായിട്ട് വഖഫ് എന്ന് പറയുന്നത് നമ്മുടെ അൺകണ്ടീഷണൽ ഡെഡിക്കേഷനാണ്. റിലീജിയസ് പർപ്പസിന് വേണ്ടിയിട്ടുള്ള അൺകണ്ടീഷണൽ ഡെഡിക്കേഷനെയാണ് വഖഫ് എന്ന് പറയുന്നത്. ഇപ്പം ഒരു ഇസ്ലാം മത ഫോളോ ചെയ്യുന്ന ഒരു വ്യക്തി തൻ്റെ സ്വത്ത് അള്ളാഹുവിലേക്ക് ഡെഡിക്കേറ്റ് ചെയ്യുക എന്നുള്ളതാണ് വഖഫ് എന്ന് പറയുന്നത്. വഖഫ് ചെയ്യുന്ന വ്യക്തിയെ വഖിഫ് എന്നാണ് അറിയപ്പെടുന്നത്. ആ സ്വത്ത് പിന്നെ വഖഫ് ചെയ്യപ്പെട്ട് കഴിഞ്ഞാൽ അതൊരു അഡ്മിനിസ്ട്രേറ്റീവ് സിസ്റ്റത്തിലാണ് പോകുന്നത്. മുത്തവലി എന്ന് പറയുന്ന ആളാണ് ഈ പ്രോപ്പർട്ടിയുടെ അഡ്മിനിസ്ട്രേറ്റർ എന്ന് പറയുന്നത്. അപ്പം സോ അങ്ങനെ ഒരു സിസ്റ്റമാണ് ഈ വഖഫ് എന്ന് പറയുന്നത്. റിട്ടേൺ ആയിട്ടൊന്നും ഉണ്ടാവില്ല. ബേസിക്കലി റിട്ടേൺ എന്ന് പറയാനുള്ള രീതിയിൽ പണ്ട് ഇപ്പോൾ നമ്മൾ ഇപ്പം ഈ വഖഫ് ബില്ല് നമ്മൾ ചർച്ച ചെയ്യപ്പെട്ട സമയത്ത് തന്നെ നമ്മൾ പല ഇഷ്യൂസും നമുക്ക് ഇതുമായി കണക്ട് ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. ഇപ്പം റീസെന്റ് ആ ഇഷ്യൂ സമയത്ത് നമ്മുടെ സൂററ്റ് മുനിസിപ്പൽ കോർപ്പറേഷന്റെ ഒരു ഇഷ്യൂ ഉണ്ടായിരുന്നു. പണ്ട് 1800 ഐ തിങ്ക് എൻ്റെ ഓർമ്മ ശരിയാണ്, 800 എന്നാണ്. ഒന്നുകൂടി നമുക്ക് നോക്കാം. 1800 ഹജ്ജിന് പോകുന്ന ആളുകളുമായി ബന്ധപ്പെട്ട ഒരു എന്താ പറയുക, ഒരു ഇത് നിൽക്കുന്ന സ്ഥലമാണ് ഈ ഹജ്ജുമായിട്ട് ബന്ധപ്പെട്ട കർമ്മങ്ങൾ ചെയ്തു സരായ് നൽകുന്ന സ്ഥലമായിരുന്നു ഈ ഗുജറാത്ത് സൂറത്ത് മുനിസിപ്പൽ കോർപ്പറേഷന്റെ ഗ്രൗണ്ട്. അത് ആ സമയത്ത് വഖഫ് ചെയ്യപ്പെട്ടു എന്ന് ആ ഒരു ക്ലെയിം ഉയർത്തിക്കൊണ്ട് പിന്നീട് വഖഫ് ബോർഡ് ആ സ്ഥലം ക്ലെയിം ചെയ്യേണ്ട ഒരു കോൺട്രവേഴ്സ്യൽ ഇഷ്യൂ നിലനിന്നിരുന്നു. അപ്പോൾ വൺസ് അപ്പോൺ എ ടൈം നമ്മൾക്ക് പൂർവികരിൽ നിന്ന് നമ്മൾ കേട്ടറോ അങ്ങനെ എന്ത് വഖഫ് ചെയ്യപ്പെട്ടു, യാതൊരു രേഖകളിലെ അടിസ്ഥാനം ഇല്ലാതെ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും. അപ്പൊ നമുക്ക് രേഖകളില്ല എന്ന് പറഞ്ഞു. ഇപ്പൊ ഇത് ഓറലി ആയിട്ട് വരുന്നോണ്ട് നമുക്കിപ്പോ ഇങ്ങനെ പറഞ്ഞു അല്ലെങ്കിൽ വഖഫ് ചെയ്യപ്പെട്ടു എന്നുള്ള എവിഡൻസ് ഒന്നുമില്ലല്ലോ. അപ്പൊ ശരിക്കും നമ്മുടെ നിയമത്തിൽ അത് നിലനിൽക്കോ ഇങ്ങനൊരു കാര്യം ചെയ്യുമ്പോഴൊക്കെ? ബേസിക്കലി പേഴ്സണൽ ലോ ആണ്. നമ്മളിപ്പം അതുമായിട്ട് കണക്ട് ചെയ്ത് നോക്കുന്ന സമയത്ത് എല്ലാവരും ഇപ്പം ക്രിമിനൽ ഒഫൻസസ് ചെയ്യുന്ന സമയത്ത് നമ്മളെല്ലാവരും ഇപ്പം നിലവിലുള്ള BNS, അതിന് മുന്നേ IPC, CRPC, BNSS ഒക്കെ നമ്മളിപ്പോൾ ഒരു കൊലപാതകം ചെയ്ത് കഴിഞ്ഞാൽ ഇവിടുത്തെ ഇന്ത്യയിലെ മുഴുവൻ പൗരന്മാരും ഹിന്ദു, ക്രിസ്ത്യൻ, മുസ്ലിം, സിഖ്, ജെയിൻ, പാഴ്സി, സോ ആൻഡ് സോ എവരിബഡി ഇവരെല്ലാവരും ഫോളോ ചെയ്യുന്നത് ആ ക്രിമിനൽ നിയമമാണ്. പക്ഷേ സിവിലിലേക്ക് വരുന്ന സമയത്ത് പേഴ്സണൽ ലോ എൻ്റർലി ഡിഫറെൻ്റ് ആണ്. മുസ്ലിം കമ്മ്യൂണിറ്റിയിൽ അവരുടെ ലോ ആണ്. അതേപോലെ സെയിം ആണ് ഈ വഖഫ് കണക്ട് ചെയ്യുന്ന സമയത്ത്. ഇപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഹിന്ദു മതം ഫോളോ ചെയ്യുന്ന ഒരാളാണ്. അപ്പം എനിക്ക് എൻ്റെ വസ്തുക്കളോ അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു തർക്കം ഉണ്ടാകുമ്പോൾ എനിക്കൊരു സിവിൽ റെമഡി അവൈലബിൾ ആണ്. ഒരു മുനിസിപ്പൽ കോർട്ടിനെയോ സബ് കോർട്ടിനെയോ ഒരു സിവിൽ കോടതിയെ എനിക്ക് കൺസേൺ സമീപിക്കാം. അതാണ് അതിന് മേലുള്ള തർക്കം. വഖഫ് വരുന്ന സമയത്ത് പോകുന്നത് വഖഫ് ട്രൈബ്യൂണലാണ്. അപ്പൊ ട്രൈബ്യൂണലിന്റെ ഈ ആക്ട് വരുന്നതിന് മുന്നേ എന്താണ് ഉള്ള സംവിധാനം എന്ന് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് ഒരു 3 or 4 മെമ്പേഴ്സ് അടങ്ങുന്ന ഒരു ബോഡിയാണ്. അതൊരു തീരുമാനം അങ്ങ് പറയും. അതിന് മേലെ പിന്നെ നമുക്ക് ഹൈക്കോർട്ടിൽ പോവാം. പക്ഷെ സ്പെഷ്യൽ ഒറിജിനൽ ജൂറിസ്ഡിക്ഷൻ ഒന്നും അതിന് മുന്നേ ഇല്ലായിരുന്നു.